റിക്രൂട്ട്മെന്റ് എയർ ട്രാവൽ സർവീസ് മേഖലയിൽ പ്രമുഖരായ സഫിയ ട്രാവൽസ് ആൻഡ് ടൂർസിന്റെ റിയാദിലെ പുതിയ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു. ബഥ മെയിൻ സ്ട്രീറ്റിൽ ബഹുനില കെട്ടിടത്തിൽ അത്യാധുനിക സംവിധാനങ്ങളോടെ സജ്ജീകരിച്ച ഷോറൂം മാനേജിംഗ് പാർട്ണർ തൈൽ സൈദു മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. റിക്രൂട്ട്മെന്റ്, വിസ സർവീസ് എന്നിവയ്ക്കു വേണ്ടിയുള്ള ബ്രാഞ്ചുകൾ നേരത്തെ ഉണ്ടെങ്കിലും അയാട്ട അംഗീകാരത്തോടെ എയർ ട്രാവൽ, ടിക്കറ്റ് ബുക്കിംഗ്, ടൂറിസം എന്നിവയ്ക്ക് പുറമെ വിസ സർവീസിംഗ്, യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ ഉൾപ്പെടെയുള്ള അറ്റസ്റ്റേഷൻ, ഉംറം സർവീസ് എന്നിവയും പുതിയ ഷോറൂമിലുണ്ടാകും. ദമാം, ജിദ്ദ എന്നിവിടങ്ങളിലും ദുബായിലും ഉടൻ ഷോറൂമുകൾ തുറക്കുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. അബ്ദുൽ നാസർ ആലിക്കൽ, അലവിക്കുട്ടി ഒളവട്ടൂർ, ജോസഫ് സേവ്യർ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരീക്ഷയിൽ 10ൽ 4 റാങ്കുകളും നേടിയത് മലപ്പുറം ജില്ലക്കാരാണ്. 1ഉം 2ഉം റാങ്കിന് പുറമെ 6ഉം 8ഉം റാങ്കുകളും മലപ്പുറത്തു നിന്നുള്ളവർ സ്വന്തമാക്കി. റാങ്കുകൾ പ്രതീക്ഷിച്ചിരുന്നതായി ജേതാക്കൾ പറഞ്ഞു. 1ാം റാങ്കുകാരന് IIM-ലും 2ാം റാങ്കുകാരന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലുമാണ് താൽപര്യം. 1ാം റാങ്ക് നേടിയ ഋതുൽ മലപ്പുറം വള്ളിക്കുന്ന് പേരത്തറ വീട്ടിൽ ദിനേശൻ, ഷീന ദമ്പതികളുടെ മകനാണ്. 584.84 പോയിന്റുമായി 1ാം റാങ്ക് കരസ്ഥമാക്കിയ ഋതുൽ +2 പൂർത്തിയാക്കിയത് വള്ളിക്കുന്ന് CBH സ്കൂളിൽ. 97% +2വിന് മാർക്ക്. ദിവസം 6 മണിക്കൂർ വരെ പഠനത്തിനായി ചിലവഴിച്ചു. 1ാം റാങ്ക് പ്രതീക്ഷിച്ചില്ലെന്നും ഇനി IIM-ൽ പ്രവേശനം നേടുവാനാണ് ആഗ്രഹമെന്നും ഋതുൽ. ഫസ്റ്റ് റാങ്ക് പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഫസ്റ്റ് 5ന്റെ അടിയിൽ വരുന്നു വിചാരിച്ചിരുന്നു. മാർക്കൊക്കെ വന്നപ്പോൾ ഫസ്റ്റ് റാങ്ക് കിട്ടുമെന്ന് വിചാരിച്ചില്ല. IIT-ൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കണം എന്നാണ് ആഗ്രഹം. ചെന്നൈയിലോ ഡൽഹിയിലോ ആണ് ഓപ്റ്റ് ചെയ്യുക. പുത്തനത്താണി കന്മനം മൂച്ചില്ലാത്ത വീട്ടിൽ AK സെഫിലിനാണ് 2ാം റാങ്ക്. 583.51 പോയിന്റുള്ള സെഫിലിന് +2വിന് 95% മാർക്ക്. സെഫിയ ഹമീദ് ദമ്പതികളുടെ മകനായ സെഫിലിന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലാണ് താല്പര്യം. 907 മാർക്ക് ആദ്യം വന്നിരുന്നു. അപ്പോൾ 10ന് താഴെയാണ് ഞാൻ വിചാരിച്ചത്. 2ാം റാങ്ക് കിട്ടുമെന്നൊന്നും വിചാരിച്ചിട്ടില്ല. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എടുക്കാനാണ് താല്പര്യം. അതിനനുസരിച്ച് മുന്നോട്ട് പോകും. മലപ്പുറത്തെ കുട്ടികൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചതായി അധ്യാപകൻ കൂടിയായ സെഫിലിന്റെ പിതാവ് പറയുന്നു. തിരൂർ സ്വദേശിയായ ഫർസീൻ 6ാം റാങ്കും കക്കോവ് സ്വദേശിയായ മുഹമ്മദ് അഹ്സൻ 8ാം റാങ്കും നേടി. 4 പേരും IIT-യിലേക്കാണ് പ്രവേശനം നേടാനൊരുങ്ങുന്നത്. മീഡിയ 1 മലപ്പുറം. സോളിഡാരിറ്റി സംഘടിപ്പിച്ച കരിനിയമ കേസുകളുടെ ജനകീയ തെളിവെടുപ്പ് സമാപിച്ചു. മനുഷ്യാവകാശങ്ങൾ ലംഘിക്കുന്ന UAPA നിയമം റദ്ദാക്കണമെന്ന് ജനകീയ തെളിവെടുപ്പ് ജൂറി ആവശ്യപ്പെട്ടു. 2 ദിവസങ്ങളിലായി 13 കേസുകളാണ് ജനകീയ തെളിവെടുപ്പിനായി വിധേയമാക്കിയത്. പ്രമുഖ സുപ്രീംകോടതി അഭിഭാഷകൻ മഹ്മൂദ് പ്രാജ, മനീഷ സേധി, അജിത് ഷാഹി, ജസ്റ്റിസ് PK ഷംസുദ്ദീൻ, അഡ്വക്കേറ്റ് മധുസൂദനൻ, അഡ്വക്കേറ്റ് PA പൗരൻ തുടങ്ങിയവരാണ് തെളിവെടുപ്പിന് നേതൃത്വം നൽകിയത്. തെളിവെടുപ്പിന്റെ സമാപനം ഗുജറാത്തിലെ പ്രമുഖ മനുഷ്യാവകാശ പ്രവർത്തകൻ ഫാദർ സിഡ്രിക് പ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയുടെ ആത്മാവ് വീണ്ടെടുക്കാൻ നന്മയിൽ വിശ്വസിക്കുന്ന മുഴുവൻ ജനങ്ങളും ഒന്നിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഒരു വിഭാഗം ജനങ്ങളെ ബോധപൂർവം പീഡിപ്പിക്കാൻ UAPA പോലുള്ള നിയമങ്ങളെ ദുരുപയോഗം ചെയ്യുകയാണ്. മുസ്ലിങ്ങളും ദളിതരുമാണ് ഇതിന്റെ ഇരകളെന്നും ട്രൈബ്യൂണൽ വിലയിരുത്തി. കരിനിയമ കേസുകളുടെ ജനകീയ തെളിവെടുപ്പിനെ തുടർന്ന് ട്രൈബ്യൂണൽ തയ്യാറാക്കിയ 8 നിർദ്ദേശങ്ങളും ആവശ്യങ്ങളും സർക്കാരിന് സമർപ്പിക്കും. മീഡിയ 1 കോഴിക്കോട്. റിയാദിലെ അൽ റയാൻ പോളിക്ലിനിക്കിലെ സർജനും കവിയുമായ ഡോക്ടർ മണിച്ചി അബ്ദുൽ ഖാദർ നിര്യാതനായി. തലശ്ശേരി കോനോർവയൽ സ്വദേശിയാണ്. ആസ്മ രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ 8 ദിവസമായി മുബാറക് ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരുന്നു. ഇന്നലെ രാത്രി 10:30യോടെയായിരുന്നു അന്ത്യം സംഭവിച്ചത്. 45 വർഷം കേരളത്തിലെയും സൗദിയിലെയും വിവിധ ആശുപത്രികളിൽ അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കേരളത്തിലെ അറിയപ്പെടുന്ന ആദ്യകാല കീഹോൾ സർജനായിരുന്നു. മൃതദേഹം റിയാദിൽ ഖബറടക്കുമെന്ന് അൽ റയാൻ അധികൃതർ അറിയിച്ചു. നാളെ രാത്രി 10ന് ക്ലാസിക് ഓഡിറ്റോറിയത്തിൽ അനുശോചന യോഗം നടക്കും. പ്രവാസി ഫുട്ബോൾ പ്രേമികളുടെ ആരവങ്ങൾക്ക് ആവേശം പകർന്ന് ഗൾഫ് മാധ്യമം റിയാദിൽ സംഘടിപ്പിച്ച ഷൂട്ടൌട്ട് മത്സരം ശ്രദ്ധേയമായി. റിയാദ് ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷനുമായി സഹകരിച്ചായിരുന്നു മത്സരം. ലോകകപ്പ് ആവേശങ്ങൾക്ക് പ്രവാസ ലോകത്ത് ഒട്ടും കുറവില്ലെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു റിയാദിൽ ഗൾഫ് മാധ്യമം റിയാദ് ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷനുമായി സഹകരിച്ച് നടത്തിയ ഷൂട്ടൌട്ട് മത്സരം. മലശാര ദഹ്റയിലായിരുന്നു മത്സരം. ഗൾഫ് മാധ്യമം ചീഫ് എഡിറ്റർ VK ഹംസ അബ്ബാസ് ഷൂട്ടൌട്ട് കിക്ക് ഓഫ് ചെയ്തു. സൂപ്പർ സ്റ്റുഡിയോ മുൻ ക്യാപ്റ്റൻ വണ്ടൂർ ഷമീർ ഏറ്റവും കൂടുതൽ ഗോളടിച്ച് 1ാം സ്ഥാനം നേടി. നാസർ മൂച്ചിക്കാടൻ 2ാം സ്ഥാനവും വൈശാഖ് കണ്ണൂർ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. അജിംസ് എറണാകുളമാണ് മികച്ച ഗോൾ കീപ്പർ. ലോകകപ്പിന്റെ പശ്ചാത്തലത്തിൽ മാധ്യമം പുറത്തിറക്കിയ ഷൂട്ടൌട്ടിന്റെ സൗദിതല പ്രകാശനം സൗദി ദേശീയ ഫുട്ബോൾ റഫറി കമ്മിറ്റി അംഗം അലി ഗഹ്താനി പ്രകാശനം ചെയ്തു.
റിയാദ് ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് ബഷീർ ചേലമ്പ്ര, ജനറൽ സെക്രട്ടറി മുജീബ് ഉപ്പട, ഗൾഫ് മാധ്യമം മാർക്കറ്റിംഗ് മാനേജർ റാഷിദ് ഖാൻ, റിയാദ് കോർഡിനേറ്റർ CT അഹമ്മദ് നിസാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. KCM അബ്ദുള്ള, മീഡിയ 1, റിയാദ്. പ്രധാന വാർത്തകൾ നോക്കാം. ഇറാഖിൽ ആഭ്യന്തര യുദ്ധം ശക്തം. തിക്രീത്തിൽ 46 മലയാളി നഴ്സുമാർ ആശങ്കയുടെ മുൾമുനയിൽ. UAE-യിലും ഖത്തറിലും തൊഴിലാളികൾക്കായി ഉച്ചവിശ്രമ നിയമം പ്രാബല്യത്തിൽ. നിയമത്തിന്റെ ലക്ഷ്യം ചൂടിൽ നിന്നും തൊഴിലാളികൾക്ക് സംരക്ഷണം നൽകൽ. ഭൂട്ടാനുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുമെന്ന് നരേന്ദ്രമോദി. പ്രധാനമന്ത്രിയുടെ ഭൂട്ടാൻ സന്ദർശനം പുരോഗമിക്കുന്നു. മോദി ഭൂട്ടാൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്തു. ഇന്ത്യ പാക് നിയന്ത്രണ രേഖയിലെ അതിക്രമങ്ങൾ അവസാനിപ്പിക്കണമെന്ന് പ്രതിരോധ മന്ത്രി അരുൺ ജെയ്റ്റ്ലി. ലോകകപ്പ് ഫുട്ബോളിൽ സ്വിറ്റ്സർലൻഡിന് ജയം. ഇക്വഡോറിനെ തോൽപ്പിച്ചത് 1-2 ഗോളിന്. മറക്കാനയിൽ അർജന്റീന ഇന്ന് ബോസ്നിയയെ നേരിടും. മത്സരം പുലർച്ചെ 3:30. ഫ്രാൻസ് ഹോണ്ട്രാസ് മത്സരവും ഇന്ന്. ന്യൂസ് 1 മിഡിൽ ഈസ്റ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.